friends, welcome back to my channel. ഇന്ന് നമ്മൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് എങ്ങനെ സാമ്പാർ വയ്ക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സാധാരണ സാമ്പാർ വയ്ക്കാന്ന് പറയുമ്പോൾ എല്ലാവരും നാളികേരം വറുത്തരയ്ക്കണം, അതുപോലെ സാമ്പാർ പൊടി വേണം, അങ്ങനെ ഒരു ടെൻഷനാണ്. ഇനി നമുക്കിനി തൊട്ട് അങ്ങനത്തെ ഒരു ടെൻഷനേ വേണ്ട. നമുക്ക് ഈസി ആയിട്ട് സാമ്പാർ വയ്ക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് പരിപ്പ് ഞാൻ എടുത്തുള്ളത്, നന്നായി കഴുകിയെടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 വിസിലാണ് എടുക്കുന്നത്. ഇത് ഓരോരുത്തരുടെയും കുക്കറും പരിപ്പും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് നന്നായി വേവണതായിരിക്കും ഇഷ്ടം. പരിപ്പ് നന്നായി വെന്ത് പോകണം. ചിലർക്ക് അധികം വേവാണ്ട് കുറച്ചിങ്ങനെ ഒറ്റയായിട്ട് കിടക്കുന്നതാവും ഇഷ്ടം. അപ്പോൾ എങ്ങനെയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ പരിപ്പ് വെന്ത് വരട്ടെ. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള മല്ലി മുളകൊക്കെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ചീഞ്ചട്ടി വെച്ചു. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം, ചെറിയൊരു കഷ്ണം. അത് ഓരോരുത്തർക്ക്, ചിലർക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഇടാം. ഇപ്പോൾ ചെറിയൊരു കഷ്ണം കായം ഇട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതൊന്ന് കളറൊന്ന് ചേഞ്ചായി ഒരു ബ്രൗൺ കളർ പോലെയാവും. അതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ കായം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ കുറച്ച് ഉലുവയാണ് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ ഉലുവ വേഗം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം ആദ്യത്തെ ആ ചൂടിൽ തന്നെ അത് വേഗം ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടും. നമുക്ക് ഉലുവ വേഗം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കിയെടുക്കാം. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നല്ലത്, അല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോവും. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം കേട്ടോ. ചിലർക്ക് നല്ല എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നമ്മൾ മല്ലിമുളക് മൂക്കുമ്പോൾ ഒരു നല്ല മണം വരില്ലേ, അതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സിമ്മിലിട്ടിട്ട് ചെയ്യാം. ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങും. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയാനായിട്ടാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കിയത്. ലൈറ്റ് ഇടുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഷെയ്ഡ് മനസ്സിലാവണമെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ആ ഒരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരേണ്ടത്. അപ്പോൾ അത്യാവശ്യം മുളകും മല്ലി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിനി ചൂടാറാൻ വയ്ക്കാം. ഇതിലേക്ക് ഞാനൊരു 4-5 വെണ്ടക്കായും പിന്നെ ഒരു 1.5 തക്കാളിയാണ് ഇടുന്നത്. പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങയോടെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഷ്ണങ്ങൾ ഇടാം. സാമ്പാറിലേക്ക് വഴുതനങ്ങ ഇടാം, ഉരുളക്കിഴങ്ങ് ഇടാം, മുരിങ്ങക്കായ ഇടാം. നമ്മുടെ കയ്യിൽ ഉള്ള പോലെ ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ.
പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടില്ല, പക്ഷെ ആവശ്യത്തിനുള്ള വേവായുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. വെണ്ടക്കായും തക്കാളിയും കുമ്പളങ്ങയും ഒക്കെ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ അത് എത്ര പുളിയാണ് എടുത്തേക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. പുളി അതേ വെള്ളത്തിലിട്ട് നല്ലോണം പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ കഷ്ണം വേവാനുള്ള അത്ര വെള്ളം ആ പുളിയിലിട്ടിട്ട് ആ വെള്ളം നമ്മളിതിൽ പിഴിഞ്ഞൊഴിക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പ്, കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കേട്ടോ. ചിലർക്ക് ഉപ്പ് നല്ലോണം വേണം, ചിലർക്ക് ഉപ്പ് അധികം വേണ്ട. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഇനി അത് നന്നായി തിളച്ച് വേവട്ടെ കേട്ടോ. ഇത് നമുക്ക് കായവും ഉലുവയൊക്കെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മിക്സിയിലിട്ട് നമുക്ക് അരയ്ക്കാം. ഇപ്പോൾ അത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി സാമ്പാർ ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഈ അരച്ചത് അതിലേക്ക് കൂട്ടാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം. കണ്ടോ, അങ്ങനെ അത്യാവശ്യം ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇതിലേക്ക് നന്നായി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം നമ്മൾ ഈ കയ്യിലിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ വെണ്ടക്കായ ഉടഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. വെണ്ടക്കായും തക്കാളിക്കും ആകുമ്പോൾ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഈ കുക്കർ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ചുറ്റിച്ച് കൊടുക്കില്ലേ, അങ്ങനെ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഇതേ സാമ്പാർ നല്ലോണം തിളച്ചു, കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ആ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിക്കോളാം കേട്ടോ. അത് ചിലർക്ക് നന്നായി ഗ്രേവി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വറ്റാൻ നിൽക്കണ്ട നല്ലോണം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാം. അപ്പം ആദ്യം ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതേ ഉലുവ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഉണക്കമുളക് എന്ന് പറയില്ലേ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വേപ്പില ഇട്ടു. ഇനി നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ റെഡി. ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.